വളരെ സിമ്പിളായിട്ട് അതുപോലെ നല്ല രുചികരമായിട്ടുള്ളൊരു പനീർ കറി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 2 സവാള, പഴുത്ത ഒരു തക്കാളി, 15 ബദാം, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ബദാം ഇട്ട് കൊടുക്കാം. ബദാമിന് പകരം കാഷ്നട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഉള്ളി വഴറ്റി അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ക്രീമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് പനീറും കൂടെ ഇട്ട് ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും പനീർ. കസൂരി മേത്തിയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. രുചികരമായ കറി റെഡി.